ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിന് തീയിട്ടിരിക്കുകയാണ് ലോക. ഇന്നത്തെ കളക്ഷൻ കാട്ടുതീ എന്ന് വിശേഷിപ്പിക്കാം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ 60,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തും. അതിനു വേണ്ടത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക എന്നുള്ളതാണ്. ലോക ഇന്ന് ഇന്ത്യൻ സിനിമ ചർച്ച ചെയ്യപ്പെടുകയാണ്. മലയാളത്തിൻ്റെ ഈ ഒരു കുഞ്ഞൻ സിനിമ, ഒരു സൂപ്പർ ഹീറോ സിനിമ എന്നുള്ള ഈ ഒരു ചിത്രം ഇന്ന് ലോകമെമ്പാടും ഒരു വലിയ താണ്ഡവം നടത്തുമ്പോൾ ഇന്ത്യക്കകത്ത് ഒരേ അഭിപ്രായം തന്നെയാണ് വരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമകളുടെ പട്ടികയിലേക്ക് വരുന്നു. ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടെന്നുള്ളതാണ് ഒരുപാട് പ്രേക്ഷകർ പറയുന്നത്. പക്ഷേ ഇന്ത്യൻ സിനിമയിൽ ഇത്ര ക്വാളിറ്റിയോടെ ഒരു സിനിമ കണ്ടിട്ടില്ല എന്നുള്ളതും. എന്തായാലും സിനിമയുടെ കളക്ഷൻ കൊടൂര തൂക്കാണ്. മൂന്നാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നോക്കുകയാണെങ്കിൽ 1377 ഷോകളിൽ നിന്ന് 2,76,000 ടിക്കറ്റുകളാണ് വിറ്റുപോയത്. 83% സിനിമയുടെ ഒക്യുപ്പൻസി വന്നതെങ്കിൽ സിനിമ 280 ഹൗസ്ഫുൾ ഷോകളും 441 ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോകളും 1000-ന് മുകളിലുള്ള ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകളുമാണ് കാണാൻ കഴിഞ്ഞത്. സിനിമ ഇന്ന് ട്രാക്കേഴ്സ് പറയുന്നു 4,45,00,000 രൂപ നേടി. അതായത് സിനിമ 5 കോടി നേടിയിരിക്കുന്നു മൂന്നാം ദിനം. ആദ്യ ദിനം 2,70,00,000 രൂപ നേടിയ സിനിമ രണ്ടാം ദിനം 3.5 കോടിക്ക് മുകളിലാണെങ്കിൽ മൂന്നാം ദിനം 5 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു. 3 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം സിനിമ തൂക്കിയത് 12 കോടിയോളമാണ്. ആദ്യ ദിനം 6,60,00,000 രൂപയാണ് വേൾഡ് വൈഡ് ആയിട്ട് നേടിയതെങ്കിൽ രണ്ടാം ദിനമായപ്പോഴത്തേക്ക് അത് 19 കോടി രൂപയിലേക്ക് എത്തുകയുണ്ടായി. മൂന്നാം ദിവസത്തെ കളക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് മൊത്തം വരുമ്പോൾ 32 കോടി അല്ലെങ്കിൽ 33 കോടിയിലേക്ക് എത്തുമെന്നുള്ളതാണ്. എന്താണേലും അതിഭീകരമായിട്ടുള്ള ഒരു വളർച്ചയാണ്. തെലുങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നു, എക്സ്ട്രാ ഷോസുകൾ ആഡ് ചെയ്യുന്നു, തിയേറ്ററിൻ്റെ കൗണ്ടുകൾ ആഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. ഇങ്ങനെയൊരു വിജയം ആരും പ്രതീക്ഷിച്ചിട്ട് തന്നെ ഉണ്ടാവുകയില്ല. കാരണം ഇതൊരു ഫീമെയിൽ ഓറിയൻറ്റഡ് സബ്ജക്റ്റായി വന്നിട്ട് എത്ര കൊലത്തൂക്ക് തൂക്കണമെങ്കിൽ അതിഗംഭീരമെന്ന് തന്നെ പറയാം. ഇന്ന് ഞായറാഴ്ച ദിനത്തെ നമുക്ക് നോക്കുകയാണെങ്കിൽ വെളുപ്പിനെ 6 മണിക്ക് തന്നെ ഷോകൾ തുടങ്ങിയിട്ട് രാത്രി വരെ ഒറ്റ ടിക്കറ്റും കിട്ടാനില്ല എന്നുള്ളൊരവസ്ഥയാണ്. കേരളത്തിൽ മാത്രമല്ല, തെലുങ്കിലും സിനിമയ്ക്ക് സമാനമായ രീതിയിൽ തന്നെയാണ്. എക്സ്ട്രാ ഷോസുകൾ ആഡ് ചെയ്ത് ഹൈദരാബാദിൽ മാത്രം 307ഓളം ഷോകളാണ് സിനിമ ഓടുന്നത്. അതായത് കേരളത്തിനേക്കാൾ കൂടുതൽ കളക്ഷൻ നാളെ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. വലിയ ഡിമാൻഡുകൾ പ്രമാണിച്ച് വെളുപ്പിനെ 6 മണിക്ക് ടിക്കറ്റ് വിൽക്കുന്നു. ആദ്യ ദിനത്തെ ഷോയുടെ അല്ല, 3ഉം 4ഉം അല്ലെങ്കിൽ മൂന്നാം ദിവസം കഴിഞ്ഞിട്ടുള്ള കളക്ഷനാണ് അല്ലെങ്കിൽ ഡിമാൻഡാണ് പറയുന്നത്. ലോക 4-ാം ദിനം റെക്കോർഡ് തൂക്കുമെന്നുള്ളതാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം സിനിമ 10 കോടി തൂക്കുമോ എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ്. മുഴുവൻ തിയേറ്ററുകളും വാരിയെടുക്കുന്നു ലോക. 325ഓളം തിയേറ്ററുകളാണ് ഇന്നലെ പ്രദർശനം നടത്തിയെങ്കിൽ ഇന്ന് ഒരുപക്ഷെ 400 തിയേറ്ററുകളിലേക്ക് എത്താനുള്ള ചാൻസുകൾ ഏറെയാണ്. മുഴുവൻ തിയേറ്റർ കൊടുത്താലും ജനസമുദ്രമാകുന്ന കാഴ്ച തന്നെയാണ്. കേരളത്തിൽ എവിടെ നോക്കിയാലും ഓറഞ്ച് അല്ല, റെഡ് അലേർട്ട് തന്നെയാണ്. പലയിടത്തും ഗ്രേയും നമുക്ക് കാണാം. കാരണം എല്ലാം ഹൗസ്ഫുൾ ആകുന്നു എന്നുള്ളതാണ്. മോർണിംഗിൽ തന്നെ ഈ ഒരു സംഭവം നടക്കുമ്പോൾ എങ്ങനെയായിരിക്കാം ഇന്നും എക്സ്ട്രാ ഷോസിൻ്റെ അയ്യരുകളി തന്നെയായിരിക്കും. ഇന്നലെ 225ഓളം എക്സ്ട്രാ ഷോസ് ആഡ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇന്നൊരു പക്ഷേ 500-ന് മുകളിലെങ്കിലും എക്സ്ട്രാ ഷോസ് ആഡ് ചെയ്യേണ്ടി വരുമെന്നുള്ള അവസ്ഥയാണ്. എന്തായാലും ലോക ചാപ്റ്റർ 1 50 കോടിയിലേക്ക് കയറുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ ചരിത്രം കുറിക്കുന്ന ഈ ഒരു സിനിമ ഇനി സുവർണ്ണ ലിപികളിൽ എഴുതും. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്തത്